ദുര്യോധന അഭിമന്യുവിനെ ഇങ്ങനെ കൗരവ സൈന്യത്തെ തകർക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. കൗരവ സൈന്യത്തിലെ എല്ലാ യോദ്ധാക്കളെയും കർണൻ, കൃപാചാര്യൻ, അശ്വത്ഥാമ, ശല്യൻ, കൃതവർമ്മ, ബാലികൻ ഇവരെല്ലാം തോൽപ്പിച്ചു എന്നുള്ളതാണ്. ദുര്യോധൻ സ്വയം തോറ്റു എന്നുള്ളതാണ്. എന്നിട്ട് ദ്രോണാചാര്യക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ദ്രോണാചാര്യർ അഭിമന്യുവിനെ ബഹുമാനത്തോടുകൂടിയും അത്ഭുതത്തോടുകൂടിയും നോക്കിയിട്ട് പറഞ്ഞു, ഈ ഒരു കുമാരന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പാളിച്ച നിങ്ങൾ കണ്ടോ? യുദ്ധത്തിൽ ഒരു പാളിച്ച പോലും നല്ല നമുക്ക് കാണാം, ഒരു ബലഹീനത പോലും ഇല്ല. നമ്മൾ ഇത്രയും ശ്രദ്ധയോടുകൂടി ആക്രമിച്ചിട്ടും ഒരു ചെറിയ ഗ്യാപ്പ് പോലും നമുക്ക് കിട്ടുന്നില്ല അവനെ വീഴ്ത്താനായിട്ട്. എപ്പോഴും അവന്റെ വില്ലിങ്ങനെ വളഞ്ഞു തന്നെ നിൽക്കും, എന്നിട്ട് എപ്പോഴും ഇങ്ങനെ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുകയാണുള്ളത്. ഇത് കാണുന്ന തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. എൻ്റെ കൈകളും കാലുകളിലും ഒക്കെ അവന്റെ അസ്ത്രങ്ങൾ തുളച്ചു കയറുന്നുണ്ടെങ്കിലും എനിക്ക് അവനും അർജുനിൽ നിന്നും ഒരു വ്യത്യാസവും കാണുന്നില്ലെന്ന്. അവനെ പോലെ ശക്തനായിട്ട് ഒരു യോദ്ധാവ് ലോകത്തില്ല. കാരണം അർജുനും ഭഗവാൻ കൃഷ്ണനുമാണ് അവന്റെ ഗുരു. അതുകൊണ്ട് പിന്നെ അതുകൂടാതെ അർജുൻ ഒരു പ്രത്യേകതരം കവചം അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ കവചം ഒരു അസ്ത്രങ്ങൾക്കും ഭേദിക്കാൻ പറ്റത്തില്ല. ആ കവചം ഉള്ളിടത്തോളം കാലം അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞിട്ട് ദ്രോണാചാര്യ തല ഒന്നിച്ചിട്ട് പറയാണ്, പക്ഷേ ഒരു വഴിയുണ്ട്, ആ വഴിയിലൂടെ മാത്രമേ അവനെ വീഴ്ത്താൻ കഴിയൂ. അങ്ങനെ 6 പേര് ഒരേ സമയത്ത് ആക്രമിക്കുകയാണെങ്കിൽ നമുക്ക് അവനെ കീഴ്പ്പെടുത്താൻ പറ്റും. ഇവരെല്ലാം അധിരഥികളാണെന്ന് ആലോചിക്കണം. രഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പേരുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്നവർ, 1000 യോദ്ധാക്കളുമായിട്ട്. മഹാരഥി എന്ന് പറഞ്ഞാൽ 10000 യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്നവർ. അന്നേരം അധിരഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംഖ്യം യോദ്ധാക്കളുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്നത്. അന്നേരം ഇവരെല്ലാവരും ശ്രമിച്ചിട്ടും അർജുനെ അഭിമന്യുവിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. അന്നേരം ഇത്രയും അധിരഥികൾ എല്ലാവരും കൂടെ ഒന്നിച്ചിനെ അഭിമന്യുവിനെ ആക്രമിക്കാൻ പോകണം, അതും പല പല രീതിയിൽ. അത് യുദ്ധത്തിന്റെ നിയമമല്ല, അതിന് വിരുദ്ധമാണ്. അന്നേരം ദ്രോണാചാര്യന് വലിയ നാണക്കേട് തോന്നി. ദ്രോണാചാര്യർക്ക് അറിയായിരുന്നു ഈ ഒരു ഉപദേശം ഒരിക്കലും ഇത് ധർമ്മം അനുസരിച്ചല്ല, പക്ഷെ വേറൊരു വഴിയും ദ്രോണാചാര്യ കാണുന്നില്ല എന്നാലോചിച്ചു. ഇത് നിങ്ങൾ നന്നായിട്ട് ഓർക്കണം. കാരണം ഇനി മുന്നോട്ട് ദ്രോണാചാര്യരെയും ഓരോ രീതിയിൽ കൊല്ലുമ്പോൾ, കർണനെ കൊല്ലുമ്പോൾ ചിലവർക്ക് സാധാരണ തോന്നും, അയ്യോ ഇങ്ങനെ എന്താ ചെയ്യുന്നത്, അങ്ങനെ എന്താ ചെയ്യുന്നതെന്ന്. ഇവര് ചെയ്തത് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം.